നമുക്കിപ്പം രജിസ്ട്രാർ ഡോക്ടർ കെ എം ഭരതൻ ചേരുന്നുണ്ട്. ഭരതൻ സാർ നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. സാർ, ഇങ്ങനൊരു പരാതി കേൾക്കുന്നുണ്ട്. ഒരു കുട്ടി, അപ്പം നമ്മൾ ചോദിച്ചു ഈ SC/ST സെല്ലൊക്കെ അന്വേഷണം നടത്തിയതല്ലേന്ന്, പക്ഷേ കുട്ടി ആ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണോ? ആ പരാതി SC/ST സെൽ, സർവകലാശാലയിലെ SC/ST സെൽ അന്വേഷിച്ചതും തെളിവില്ല എന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതും ആണ്. SC/ST സെല്ലിന്റെ റിപ്പോർട്ട് സർവകലാശാല സിൻഡിക്കേറ്റ് നിർവാഹക സമിതി അംഗീകരിച്ചിട്ടുള്ളതും കുട്ടിയുടെ പരാതി തെളിവില്ലാത്തത് കൊണ്ട് SC/ST കമ്മീഷൻ അത് പരിഗണിക്കാനാവില്ല എന്ന മറുപടിയാണ് തന്നിട്ടുള്ളത് എന്ന് കുട്ടിയുടെ അമ്മയോടും കുട്ടിയോടും ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുള്ളതുമാണ്. ഞാൻ ഗവേഷണ ഡയറക്ടർ. അപ്പൊ ഈ കുട്ടി അപ്പോഴും അത് അംഗീകരിക്കുന്നില്ലേ? കുട്ടി അംഗീകരിക്കുന്നില്ല. ഓ, ഈ കുട്ടിയോട് ഈ അധ്യാപകൻ നിങ്ങളുടെ ഗ്രാന്റ്, നിങ്ങളുടെ സ്കോളർഷിപ്പ് നിങ്ങൾ ഈ ജാതിയിൽപ്പെട്ടതുകൊണ്ടാണ് വാങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അതാണല്ലോ ഞാൻ പറഞ്ഞത്. എല്ലാവിധ പ്രതിനിധാനങ്ങളുമുള്ള SC/ST സെല്ലാണ് ഈ പരാതി അന്വേഷിച്ചിട്ടുള്ളത്. ആ സമിതിയുടെ റിപ്പോർട്ടിലാണ് ഈ കുട്ടി ഉന്നയിച്ച ആരോപണങ്ങൾക്കൊന്നും തെളിവില്ല എന്ന് പറഞ്ഞിട്ട് അത് തള്ളിക്കൊണ്ടുള്ള റിപ്പോർട്ട് തന്നത്. ഈ ലാബിൽ അങ്ങനെ വിവേചനം കാണിച്ചിട്ടില്ല എന്നാണോ തെളിഞ്ഞത് മാഷേ? അതെ. ആരോപണം ആർക്കും ഉന്നയിക്കാമല്ലോ. അതിന് തെളിവുകളില്ല. അത് സർവകലാശാലയ്ക്ക് അതിന് ആക്ഷൻ എടുക്കാൻ പറ്റില്ലല്ലോ. സർവകലാശാലയ്ക്ക് സാധ്യമായ അന്വേഷണം സർവകലാശാല കൈക്കൊണ്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഏത് സ്വതന്ത്രമായ അന്വേഷണവും സർക്കാർ നിർദ്ദേശിക്കുന്നതോ മേലധികാരികൾ നിർദ്ദേശിക്കുന്നതായ ഏത് അന്വേഷണത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയും ചെയ്യും. ഓക്കെ ഭരത് മാഷേ, താങ്ക് യു. ഈ ഒരു പരാതി മാത്രമല്ല, ഈ വിദ്യാർത്ഥിയുടെ മറ്റൊരു പരാതി ഇപ്പൊ അന്വേഷണം നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ വേറെ ഉണ്ടോ? വേറൊരു പരാതി അന്വേഷണം നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു മാഷേ, താങ്ക് യു. ഓക്കെ.